ഹായ്, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ചിക്കൻ എല്ലില്ലാത്ത പീസായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് കാശ്മീരി ചില്ലി 1 സ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തത്. അതിലേക്ക് ഒരു അരമുറി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ വേണമെന്ന്. അപ്പം എപ്പോഴും നമുക്ക് പുറത്തൊന്നും പോയി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൽ പിടിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ അത് തിരുമ്മി വെച്ചു. അതിനുശേഷം നമ്മൾ അത് ചെയ്യാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 സ്പൂണോളം ബട്ടറുണ്ട് ഇത്. അപ്പോൾ ആ ബട്ടർ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അത് മെൽറ്റായി വരുമ്പം നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഡീപ്പ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട, ഒരു ഷാലോ ഫ്രൈ ആയിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ടേസ്റ്റ്. അല്ലെങ്കിൽ ചിക്കൻ ഭയങ്കര കട്ടിയായാൽ ടേസ്റ്റ് ഉണ്ടാവുകയില്ല. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണ്ടേ. അപ്പം ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ആയിട്ട് എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് ഇതായി വരാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് മറിച്ചിട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു സൈഡ് ഇതായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേനും നമ്മൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പം ഇതൊന്ന് നന്നായി ഇളക്കി ഇതാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ അപ്പുറ സൈഡും കൂടെ ഒന്ന് റെഡി ആകുന്നിടം വരെ ആക്കി വെക്കാം. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് ഇതായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മുരിഞ്ഞു പോകണ്ട കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ അതൊക്കെ വറുത്തൊന്ന് കോരുക. ഞാൻ ആ പാനിലോട്ട് തന്നെ കേട്ടോ ബാക്കിയൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിലേക്ക് തന്നെ 1 സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഞാനൊരു 3 സവാള നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സവാളയും കൂടെ ഈ ബട്ടർ ഇട്ട പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ ഒരുപാട് മൊരിഞ്ഞൊന്നും പോകണ്ട, ഒന്ന് ഗോൾഡൻ കളർ ആകുന്നിടം വരെ വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ വഴറ്റി അതിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ കൂട്ടി നന്നായിട്ട് ഒന്ന് വഴണ്ടൊന്ന് സവാള വാടി വരാൻ വേണ്ടി ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ടേ. അപ്പോൾ ഒരുപാട് അങ്ങ് വഴറ്റണ്ട. ഒന്ന് ജസ്റ്റ് വാടി വരുമ്പോൾ അതിലേക്ക് തക്കാളി അരിഞ്ഞതും അതുപോലെ പച്ചമുളക്, ഒരു ചെറിയ പച്ചമുളക്, കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ആ പച്ചമുളക് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, എരിവൊന്നും പറ്റത്തില്ലെങ്കിൽ. അപ്പോൾ ഞാനൊരു ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്, ആ തക്കാളി ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ തക്കാളി ഒന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടി കേട്ടോ, സവാളയും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/4 സ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗരം മസാലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഈ സമയത്ത് കശുവണ്ടിയൊക്കെ ഉള്ളവർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് വഴറ്റുന്ന സമയത്ത് ഇട്ട് കൊടുക്കണേ. എൻ്റെ അടുത്ത് കശുവണ്ടി ഇല്ലാതെ പോയി, അതുകൊണ്ട് ഇടാഞ്ഞ്. അതും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ടും ടേസ്റ്റ് ഉണ്ട് കറിക്ക്. അപ്പം അങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിക്കുക. വെന്ത് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ല എന്താ പറയുക, വെണ്ണ പോലെ അരച്ചെടുക്കുക എന്ന് പറയില്ലേ, വെണ്ണ പോലെ അരച്ചെടുക്കുക. ഇതേ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ടേ. വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് അരിപ്പ വെച്ച് അരിച്ചൊക്കെ എടുക്കാം കേട്ടോ. അത് അരിച്ചൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ആക്കാം. ഞാനിത് അരിക്കാനൊന്നും നിന്നില്ല, നേരെ പാനിലേക്ക് നമ്മൾ ഇത് വഴറ്റിയ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ, അരച്ച പേസ്റ്റ്. അപ്പോൾ അത് അരച്ച് കടിക്കാനൊന്നും ഇല്ലായിരുന്നു, നന്നായിട്ട് അരഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആ ഗ്രേവിക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ ഉപ്പ് വേണമെന്നൊക്കെ തോന്നുന്നുണ്ട്. നോക്കുമ്പോഴേ ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്തേരം വേണം അതിനനുസരിച്ചൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് തിളച്ച് വേകാൻ വേണ്ടി വെക്കുക. അപ്പോൾ തിളച്ചെല്ലാം വെന്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊരു 1.5 സ്പൂണോളം ടൊമാറ്റോ സോസ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം വേണ്ടത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഞാനിതേ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് വാങ്ങിയേക്കുന്നത്. അപ്പോൾ അതൊരു 3-4 സ്പൂണ് നമുക്ക് എന്തായാലാണോ ടേസ്റ്റ് അതിനനുസരിച്ച് ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 3-4 സ്പൂണിന് കണക്കാക്കി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണേ. അപ്പോൾ അതും കൂടെ ഇളക്കി അത് നന്നായിട്ട് വെന്ത് കുറുകിയൊക്കെ വരുമ്പോൾ നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഫ്രഷ് ക്രീമും ബട്ടറും ഒക്കെ അതിൻ്റെ മേലെ തൂക്കി കൊടുക്കാം. ഇപ്പോൾ അത് കറി റെഡി ആയിട്ടുണ്ട്.
ഇനി ആ സമയത്ത് ഞാൻ ചപ്പാത്തിക്കൊക്കെ പരത്തി വെക്കുന്നുണ്ട്. ചപ്പാത്തിയൊക്കെ പരത്തിയായിരുന്നു. അപ്പോൾ ആ തക്കാളി ഇതൊക്കെ വേഗം ആറുന്ന സമയത്ത് തന്നെ ചപ്പാത്തി വരത്താൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ചപ്പാത്തി ആട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ചപ്പാത്തി ബട്ടർ ചിക്കനുമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ചപ്പാത്തി എല്ലാം ചുട്ടെടുക്കട്ടെ. അപ്പം നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് അങ്ങനെയൊന്നും യാത്ര ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം ഇന്ന് വിചാരിച്ചു വന്നാൽ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് ചപ്പാത്തിയും ബട്ടർ ചിക്കനും ഒക്കെ ആക്കാമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് അത് നടന്നത്. അപ്പോൾ ബട്ടർ ചിക്കനും ചപ്പാത്തി പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുമല്ലോ. അപ്പം ഞങ്ങൾക്ക് ഇന്നിപ്പോൾ അത്താഴത്തിന് അതാ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് എനിക്ക് അതിൻ്റെ അഭിപ്രായമൊക്കെ അറിയിക്കണേ. അപ്പോൾ കശുവണ്ടി ഇടാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. പക്ഷേ കശുവണ്ടി ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറിക്ക്. വെറുതെ പറയുന്നില്ല, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.